നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ ഹ്യൂമാനിസം ആൻഡ് ലോജിക്കിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. വൈ ഡു വി ഫോളോ ലേൺ വേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ മീനിങ് ഓഫ് നോളജ്? അറിവിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ എന്തിനാണ് പഠിച്ചവരെ പിന്തുടർന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് ദ ലിമിറ്റേഷൻ ഓഫ് ദ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. നേരിട്ടുള്ള നിരീക്ഷണ രീതിയിലൂടെയുള്ള ഒരു പരിമിതി അവർക്കുണ്ട്, അതുകൊണ്ടാണ്. വാട്ട് ഈസ് കാൾഡ് ശ്രദ്ധ ഇൻ ഇന്ത്യൻ ഫിലോസഫി? ഇന്ത്യൻ തത്വചിന്തകന്മാർ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് എന്നാണ്. ട്രസ്റ്റ് ആൻഡ് അറ്റൻഷൻ, വിശ്വാസവും ശ്രദ്ധയുമാണ് അങ്ങനെ പറയുന്നത്. ഇനി വാട്ട് ഈസ് ദ അൾട്ടർനേറ്റ് യൂസേജ് ഓഫ് ശ്രദ്ധ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ശ്രദ്ധയുടെ മറ്റൊരു ഉപയോഗം എന്താണ്? കെയർ ടുവേർഡ് അതർ ബീങ്സ് എന്നാണ്, മറ്റുള്ളവരോടുള്ള കരുതൽ എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്ത വാട്ട് ഡസ് ദ സ്റ്റോറി ഓഫ് എ വജസ കൺവേ ടു ദ പോസ്റ്ററിറ്റി ആസ് എ ലെസൺ ഓഫ് ദ അൻഷ്യൻ്റ് സിവിലൈസേഷൻ? എന്താണ് വജ്രയുടെ കഥ പുരാതന നാഗരികതയുടെ പാഠമായി പിൻതലമുറ എന്താണ് നൽകുന്നതെന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൺസേൺ ഫോർ ഹ്യൂമൻ ബീയിങ് ആൻഡ് സിക്ക് കാറ്റലസ്, മനുഷ്യൻ രോഗികളായ കന്നുകാലികളോട് കരുതൽ കാണിക്കുന്നു എന്നുള്ള. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദ ഗോഡ് ഓഫ് ഡെത്ത് പ്രൈസ് നചികേത? എന്താണ് മരണത്തിൻ്റെ ദൈവം പോലും നചികേതയെ സ്തുതിച്ചു, എന്തുകൊണ്ടാണ് കാരണം? ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ ശ്രദ്ധ മീൻ ഇൻ ദി കോണ്ടാക്സ്റ്റ് ഓഫ് ദി സ്റ്റോറി ഓഫ് നചികേത? അപ്പം എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം, ഈ സ്റ്റോറിയുടെ നചികേതയുടെ സ്റ്റോറിയുടെ പശ്ചാത്തലം ശ്രദ്ധയെ അർത്ഥമാക്കുന്നത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കെയർ ഫോർ ഹ്യൂമാനിറ്റി ആൻഡ് കൺസേൺ ഫോർ ജസ്റ്റിസ്. എന്താണ് മനുഷ്യരാശിയോടുള്ള കരുതലും നീതിയോടുള്ള അവരുടെ താല്പര്യവുമാണ് അതിന് കാരണം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് എനേബിൾ നചികേത ടു ക്വസ്റ്റ്യൻ ഇൻജസ്റ്റിസ് ഓഫ് ഹിസ് ഫാദർ? അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു തെറ്റ് ചെയ്തപ്പോൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു, എന്താണ്? ഇത് റേഷണൽ തിങ്കിങ് ആണ് കേട്ടോ, റേഷണൽ തിങ്കിങ് ആണ്, യുക്തിപരമായ ചിന്തയാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ധർമ്മപദ മീൻസ്? ധർമ്മപദയുടെ എട്ടാമത്തത് വാട്ട് ഈസ് ദ ധർമ്മപദ? എന്താണ് ധർമ്മപദ? എ ബുക്ക് കൺസിസ്റ്റ് ഓഫ് ബുദ്ധ ടീച്ചിങ്, ബുദ്ധൻ്റെ പഠിപ്പിക്കലുകൾ അടങ്ങിയതാണ് ധർമ്മപദ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ ധർമ്മപദ മീൻസ്? ധർമ്മപദയുടെ അർത്ഥം എന്താണ്? പാത്ത് ഓഫ് ദി വെർച്യു, പുണ്യത്തിലേക്കുള്ള വഴിയാണ് ധർമ്മപദ എന്ന ബുക്കിൻ്റെ അർത്ഥമാക്കുന്നത്. പത്താമത്തത് വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ധർമ്മപദ? ധർമ്മപദയുടെ കണ്ടന്റ് എന്താണ്? ലെസൺ ഫോർ ലീഡിങ് എ പീസ്ഫുൾ ലൈഫ്, സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനുള്ള പാഠങ്ങളാണ് അതിൽ പറയുന്നത്. വാട്ട് ഈസ് ദ മേജർ കാൾ ഓഫ് ബുദ്ധ? എന്താണ് അങ്ങനെ വിളിക്കുന്നത് ബുദ്ധ? ടു ലീഡ് എ റെസ്പോൺസിബിൾ ആൻഡ് മോറൽ ലൈഫ് ഫോർ എലിമിനേഷൻ ഓഫ് സോറോ, ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ഉത്തരവാദിത്വമുള്ളതും ധാർമ്മികവുമായ ജീവിതം നയിക്കുക എന്നതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മേജർ ചോയ്സ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ബുക്ക്? എന്താണ് ഈ ബുക്കിൽ കണ്ടെത്തലുകളും തിരഞ്ഞെടുക്കലും എന്താണ്? ചോയ്സ് ബിറ്റ്വീൻ വെർച്യൂസ് ആൻഡ് ഈവിൾ നീഡ്, സദ്വൃത്തികളും ദുഷ്പ്രവർത്തികളും തമ്മിലുള്ള തിരഞ്ഞെടുപ്പാണ്. അടുത്തത് ഹൗ ഡസ് ദ വെർച്യൂസ് തോട്ട് ഹെൽപ്പ് ഹ്യൂമൻ ബീങ്സ്? എന്ത് സദ്ഗുണചിന്ത, എങ്ങനെയാണ് സദ്ഗുണചിന്തകൾ മനുഷ്യനെ സഹായിക്കുന്നു, അവരുടെ ചിന്തയെ സഹായിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് വിൽ എനേബിൾ ഹിം ടു ലീഡ് വൈബ്രൻറ്റ് ആൻഡ് കാം ലൈഫ്, ഇത് അവനെ ഊർജ്ജസ്വലവും ശാന്തവുമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്നു. വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഈവിൾ തോട്ട്സ്? തിന്മയുടെ ചിന്തകൾ നമ്മളെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നാണ്. ഇറ്റ് വിൽ എനേബിൾ ഹിം ടു ലീഡ് വൈബ്രൻറ്റ് ആൻഡ് കാം ലൈഫ്, ഇത് അവനെ ഊർജ്ജസ്വലവും ശാന്തവുമായ ജീവിതം നയിക്കാൻ സഹായിക്കും. ഹൗ ഡസ് ദ ചോയ്സസ് കം ഇൻ അവർ ഡെയിലി ലൈഫ്? എങ്ങനെയാണ് ഡെയിലി ലൈഫിൽ നമ്മൾ ഇത് തിരഞ്ഞെടുക്കുന്നത്? 15ാമത്തെ ആൻസർ ചോയ്സ് വിൽ കം ഇൻ പെയേഴ്സ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്,
നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജോഡികൾ എന്ന് പറയുന്നത് ശരിയും തെറ്റുമായ ജോഡികളിൽ വരുമെന്നാണ് പറയുന്നത്. വാട്ട് ഈസ് അപർമത? എന്താണ് അപ്രമദം എന്ന് പറയുന്നത്? എ ഹയർ സ്പിരിച്വൽ പാത്താണ്. അപ്രമദ എന്ന് പറയുന്നത് ഒരു ഉയർന്ന ആത്മീയപാതയാണ്. വാട്ട് ഈസ് ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് എ പേഴ്സൺ വിത്ത് അപ്രമദ? ഇതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് എന്താണ്? അപ്രമദയുടെ ഒരു പേഴ്സണിന് വേണ്ട ജനറൽ ഫീച്ചേഴ്സ് എന്താണെന്നാണ്. ഹീ വിൽ ബി വെരി വിജിലൻറ്റ് അബൌട്ട് ഹിസ് ആക്ഷൻ. അവൻ തൻ്റെ പ്രവൃത്തികളിൽ വളരെ ജാഗ്രത പുലർത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രെയിനിങ് ദ മൈൻഡ്? എന്താണ് പരിശീലനത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത്? രണ്ടാമത്തെ ആൻസർ, ഫോക്കസ് ഓൺ ഗുഡ് തോട്ട്സ്. നല്ല ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് അൺഡിസിപ്ലിൻഡ് മൈൻഡ്? അനുസരണയില്ലാത്ത മനസ്സിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇറ്റ് വിൽ സഫോക്കേറ്റ് ഹിം ആൻഡ് ഡിസ്ട്രോയ് പീസ്. ഇത് അവനെ ശ്വാസം മുട്ടിക്കുകയും സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് അൺകൺട്രോൾഡ് ഇന്നർ ഡ്രൈവ്സ്? നമ്മുടെ നിയന്ത്രണങ്ങളില്ലാത്തതിൻ്റെ ഇന്നർ ഡ്രൈവ്സിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഒബ്സ്ട്രാക്കിൾ ടു സ്പിരിച്വൽ ലൈഫ്. ആത്മീയ ജീവിതത്തിനുള്ള തടസ്സമാണ്. ഒബ്സ്ട്രാക്കിൾ എന്ന് വെച്ചാൽ തടസ്സമാണ്. വേർ ഡു ദ ഫൂൾസ് ഇൻഡൾജ് ദംസെൽസ്? ഒരു സ്വയം മുഴുകുന്നതിൻ്റെ ഒരു ഒരു വിഡ്ഢിത്തം എന്താണ്? എവിടെയാണ് കാണിക്കുന്നതെന്നാണ്. നമുക്കവിടെ വിഡ്ഢിത്തമായി സ്വയം മുഴുകുന്നത് ഇവിടെയാണെന്നാണ്. നമ്മുടെ ബുദ്ധിയും എല്ലാത്തിലും ഒരു വിഡ്ഢിത്തം ഉണ്ടാവും. അതിൽ നമ്മൾ സ്വയം മുഴുകിയിരിക്കും. അത് എവിടെയാണെന്നാണ്. ബാഡ് ഡീഡ്സിൽ, ദുഷ്ടപ്രവൃത്തികളിലാണ്. വിച്ച് ഈസ് ദ ചാപ്റ്റർ ഇൻ ദ ധർമ്മപദ ഡിസ്ക്രൈബ് ദ ഡീറ്റെയിൽസ് ഓഫ് ഗുഡ് പീപ്പിൾ ആൻഡ് ഗുഡ് ഡീഡ്സ്? ഈ ധർമ്മപദ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് അതിലെ ഡീറ്റെയിൽസ്? അതിൻ്റെ ഗുഡ് പീപ്പിൾ, നല്ല മനുഷ്യരെക്കുറിച്ചും ദുഷ്ട മനുഷ്യരെക്കുറിച്ചുമുള്ള ധർമ്മപദയിൽ കാണിക്കുന്നത് എന്താണ്? അതിൽ കണ്ടുപിടിക്കുന്നത് അതിൽ എന്താണ് ഉള്ളതെന്ന് ഏത് ചാപ്റ്ററിലാണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, വൈസ്മെൻ എന്ന് പറയുന്ന ജ്ഞാനികൾ എന്ന ചാപ്റ്ററിലാണത് പറയുന്നത്. 23, വാട്ട് ഈസ് ദ മേജർ ട്രൈറ്റ്സ് ഓഫ് എ വൈസ്മാൻ? വൈസ്മാൻ്റെ മേജർ ട്രൈറ്റ്സ് എന്താണ്? ഹീ വിൽ ലീഡ് എ ട്രൂത്ത്ഫുൾ ലൈഫ്. അവൻ സത്യസന്ധമായ ജീവിതം നയിക്കും എന്നുള്ളതാണ്. 24, വാട്ട് ഡു ദ ചാപ്റ്റർ ഓൺ ഈവിൽ ആൻഡ് പണിഷ്മെൻറ്റ് പ്രോജക്റ്റ്? തിന്മയും ശിക്ഷയും അത് ഏത് ചാപ്റ്ററിലാണ്? എന്താണ് ആ ചാപ്റ്ററിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? എ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച്, ഒരു മാനുഷിക സമീപനമാണ് ആൻസർ. വിച്ച് ചാപ്റ്റർ സ്പീക്സ് അബൌട്ട് ദ ചാരിറ്റി ഇൻ ദ ബുക്ക്? ഏത് ചാപ്റ്ററിലാണ് ചാരിറ്റി ഇൻ ദ ബുക്സിനെ കുറിച്ച് പറയുന്നത്? ഏതിലാണ്? വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. വാട്ട് ഈസ് ദ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഫോർ എ മോങ്ക്? സന്യാസികൾ ഡിസ്ക്വാളിഫിക്കേഷൻ ആവുന്നത് എന്താണ്? സന്യാസിമാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ, യോഗ്യതയില്ലാത്തൊരവസ്ഥ ഏതാണ്? ഇൻഫ്ലിക്റ്റിംഗ് പെയിൻ ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നല്ല പ്രവൃത്തികളിലൂടെ സമാധാനപരമായ ജീവിതം നയിക്കുക എന്നുള്ളത്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ്. സമാധാനപരമായ ജീവിതം നയിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ്. ഇൻഫ്ലിക്ഷൻ പെയിൻ ഓൺ ദ അതേഴ്സ് ആണ് ഒരു സന്യാസി, ഒരു മോങ്കിനെ ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കുന്നത്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ധർമ്മപദ? ധർമ്മപദയുടെ മെസ്സേജ് എന്താണ്? ലീഡ് എ പീസ്ഫുൾ ലൈഫ് വൈ ഡൂയിങ് ഗുഡ് ഡീഡ്സ്. നല്ല പ്രവൃത്തികളിലൂടെ സമാധാനപരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അഗാപ്പെ? എന്താണ് അഗാപ്പയുടെ അർത്ഥം? ഗോഡ്സ് അൺകണ്ടീഷണൽ ലവ് ടുവേർഡ്സ് മെൻ ഓർ സെൽഫ്ലെസ് ലവ് ബിറ്റ്വീൻ മാൻ. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹമാണ് അത്. 29, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കെനോയിസിസ്? കെനോയിസിൻ്റെ മീനിങ് എന്താണ്? സെൽഫ്
എംപ്റ്റയിങ് ഓഫ് ജീസസ് ക്രിസ്റ്റ്. സ്വയം ശൂന്യമാക്കൽ ക്രിസ്തുവിനെ സ്വയം ശൂന്യമാക്കലാകുന്നു. വൈ ഡിഡ് ജീസസ് ക്രിസ്റ്റ് renounce his divine nature on the verge of the crucifixion? എന്താണ് കുരിശുമരണ വക്കിൽ എത്തിയ ആ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം അദ്ദേഹം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ടു ബിക്കം എ ടൂൾ ഓഫ് ദ ഗോഡ്, ദൈവത്തിൻ്റെ ഉപകരണമായി മാറുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 31. വൈ ഡിഡ് ജീസസ് ക്രിസ്റ്റ് സറണ്ടർ ഹിംസെൽഫ് ടു ദ വിൽ ഓഫ് ഗോഡ്? ജീസസ് ക്രിസ്റ്റ് സറണ്ടർ ചെയ്തത്, ദൈവത്തിന് സ്വയം ജീസസ് ക്രിസ്റ്റിനെ സമർപ്പിച്ചത് എന്തുകൊണ്ട്? ദ ഗോഡ് ക്യാൻ സാൽവേജ് ദ ലോസ്റ്റ് ഹ്യൂമാനിറ്റി, ദൈവത്തിന് നഷ്ടപ്പെട്ട മനുഷ്യരാശിയെ രക്ഷിക്കാൻ കഴിയും എന്നതായിരുന്നു. വൈ ഡിഡ് ജീസസ് ക്രിസ്റ്റ് പെർഫോം സെൽഫ് റിനൗൺസ്മെൻറ്റ്? സ്വയം പരിത്യാഗം ചെയ്തത് ജീസസ് ക്രിസ്റ്റ് സ്വയം അദ്ദേഹം പരിത്യാഗം ചെയ്തത് എന്തുകൊണ്ടാണെന്ന്? ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ് ആൻഡ് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് അതർ ഫെലോമെൻ, മറ്റുള്ളവരുടെ നന്മയും മറ്റു സഹജീവികളോടുള്ള ഉന്നമനത്തിനും വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. വാട്ട് ഈസ് ദ കോ ടീച്ചിങ് ഓഫ് ഇസ്ലാം? ഇസ്ലാമിൻ്റെ സഹ അധ്യാപനം എന്താണ്? വൺനെസ് ഓഫ് മാൻകൈൻഡ് ആൻഡ് ഗോഡ്, മനുഷ്യരാശിയുടെയും ദൈവത്തിൻ്റെയും എല്ലാ ഏകത്വമാണ്. ഇസ്ലാം പറയുന്നത് ഏകത്വം എന്നാണല്ലോ, ഏകദൈവ വിശ്വാസം എന്നാണല്ലോ. വാട്ട് ഈസ് ഇൻസാൻ ഇൻ ഇസ്ലാം? എന്താണ് ഇസ്ലാമിലെ ഇൻസാൻ? ഹ്യൂമാനിറ്റി, മനുഷ്യത്വമാണ് ഇൻസാൻ. വാട്ട് ഈസ് ബനു ആദം? എന്താണ് ബനു ആദം എന്ന് പറയുന്നത്? ചിൽഡ്രൻ ഓഫ് ആദം, ആദം സന്തതികൾ എന്നുള്ളതാണ്. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മാൻകൈൻഡ്? മനുഷ്യരാശിയുടെ പിതാവ് ആരാണ്? ആദം നബിയാണ് മനുഷ്യരാശിയുടെ പിതാവ്. ഹൂ ഈസ് ദ ഗോഡ് ഇൻ ദ ഇസ്ലാമിക് റിലീജിയൻ? മതത്തിൻ്റെ ദൈവം ആരാണ്? ഇസ്ലാം മതത്തിൻ്റെ ദൈവം ആരാണ്? അള്ളാഹു ആണ് ആൻസർ. വിച്ച് 38ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മേജർ കോൺട്രിബ്യൂട്ടർ ഓഫ് അള്ളാഹ്? അള്ളാഹയുടെ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന്? റഹ്മാൻ ആൻഡ് റഹീം, കരുണയും കരുണാനിധിയുമാണ്. ഹൗ മെനി ടൈംസ് എ മുസ്ലിം പ്രേയേഴ്സ്? എങ്ങനെയാണ് മുസ്ലിങ്ങൾ, എത്ര നേരമാണ് മുസ്ലിങ്ങൾ പ്രേയർ ചെയ്യുന്നത്? 5 നേരം. വിച്ച് ഈസ് ദ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് ഇൻ ദ ടീച്ചിങ് ഓഫ് ഇസ്ലാം? ഇസ്ലാം പഠനത്തിൻ്റെ നിർണായക ഘടകം എന്താണ്? ആൻസർ റഹ്മ എന്ന് വെച്ചാൽ കരുണയാണ്. വിച്ച് ഈസ് ദ ഓപ്പണിംഗ് ചാപ്റ്റർ ഓഫ് ദ ഹോളി ഖുർആൻ? ഹോളി ഖുർആനിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ്? ഓപ്പൺ ചെയ്യുന്ന ചാപ്റ്റർ. 41ാമത്തെ ആൻസറാണ് അൽ ഫാത്തിഹ. അത് ദ ഓപ്പണിംഗ് എന്നാണ് അർത്ഥം. 42. ഹൂ സെഡ് ഷോ മെഴ്സി ടു ആൾ ഓൺ എർത്ത് ആൻഡ് ഗോഡ് വിൽ ഷോ മെഴ്സി ടു യു? ഭൂമിയിലുള്ള എല്ലാവരോടും കരുണ കാണിക്കുക, ദൈവം നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് പറഞ്ഞത് പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അടുത്ത, വിച്ച് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ബി മെഴ്സിഫുൾ? മെഴ്സിഫുളിൻ്റെ ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? എന്താണ്? ഹെൽപ്പ് ദോസ് ഹൂ സഫർ ഇൻ ലൈഫ്, ജീവിതത്തിൽ കഷ്ടപ്പെടുന്നു ഇതുവരെ സഹായിക്കുക എന്നാണ്. കഷ്ടപ്പെടുന്നവരെ, ജീവിതത്തിൽ ആരെല്ലാം കഷ്ടപ്പെടുന്നോ അവരെല്ലാം സഹായിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനി 44 എന്താണ് പറയുന്നത്? വൈ ഡിഡ് പ്രോഫിറ്റ് മുഹമ്മദ് സ്റ്റാൻഡ് അപ്പ് ദ റെസ്പെക്റ്റ്ഫുള്ളി വൈൽ എ ഫ്യൂണറൽ പ്രൊസഷൻസ് ഓഫ് എ ജൂ പാസ്ഡ് ബൈ? ഒരു ജൂതൻ മരിച്ച് അയാളുടെ ശവം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യുന്നത്? അദ്ദേഹം എണീച്ച് ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? അത് ബിക്കോസ് ദ റെസ്പെക്ട് ഓഫ് ഫോർ ഹ്യൂമൻ കോപ്സ്. അപ്പോൾ ബിക്കോസ് ഓഫ് ദ റെസ്പെക്ട് ഓഫ് ഫോർ എ ഹ്യൂമൻ കോപ്സ്, മനുഷ്യ ശരീരത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനമാണ് അതിന് കാരണം. വിച്ച് ഈസ് ദ ടെക്സ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഫിലോസഫി ആൻഡ് ടീച്ചിങ് ഓഫ് ശ്രീനാരായണ ഗുരു ഇൻ എ കോംപ്രഹെൻസീവ് ഫോർമാറ്റ്? അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ് മെത്തേഡ്, അദ്ദേഹത്തിൻ്റെ ഫിലോസഫികൾ, അതെല്ലാം എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്? അത് ഏത് ബുക്കിലാണ് അതിനെക്കുറിച്ച് കാണിച്ചിരിക്കുന്നതെന്നാണ്. ആത്മശതകം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിലാണ് അത് ആത്മശതകം.
ഹൗ മെനി ശ്ലോക ആർ ഇൻക്ലൂഡ് ഇൻ ദ ആത്മശത? ആത്മശതത്തിൽ എത്ര? 10 ശ്ലോകമുണ്ട്. വാട്ട് ഈസ് ദ ത്രെഡ് ഓഫ് ദി ഫസ്റ്റ് 5 ശ്ലോക? അതിൻ്റെ ഫസ്റ്റ് 5 ശ്ലോകത്തിൻ്റെ കാതൽ എന്താണ്? കാതൽ അനുകമ്പയും കമ്പേഷനുമാണ്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ദയയാണ്, അനുകമ്പയും ദയയുമാണ്. വാട്ട് ഡു ദ ലാസ്റ്റ് 5 ശ്ലോക്സ് ഡിസ്കസ്? ലാസ്റ്റ് ശ്ലോകത്തിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്താണ് ചർച്ച ചെയ്യുന്നത്? കമ്പാഷൻ ഓഫ് ഗ്രേറ്റ് റിലീജിയസ് ലീഡേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. ലോകമെമ്പാടുമുള്ള മതനേതാക്കളുടെ അനുകമ്പയാണ്. 49. ഹൂ ദിസ് റിലീജിയസ് ലീഡേഴ്സ്? ആരാണ് റിലീജിയസ് ലീഡേഴ്സ്മാർ? ശ്രീ ശങ്കര, ശ്രീകൃഷ്ണ, ജീസസ് ക്രൈസ്റ്റ്, പ്രോഫിറ്റ് മുഹമ്മദ് ആൻഡ് few other Tamil Seva saints. 51ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എസൻസ് ഓഫ് ദി ടീച്ചിങ് ഓഫ് ശ്രീനാരായണ ഗുരു? ശ്രീനാരായണ ഗുരുവിൻ്റെ ടീച്ചിങ്ങിൻ്റെ എസൻസ്, സത്ത എന്താണെന്നാണ് 51ാമത്തെ ക്വസ്റ്റ്യൻ. ഹ്യൂമാനിസമാണ്, മാനവികതയാണ്. വാട്ട് ഈസ് സദ്ഭാവികാര? എന്താണ് സദ്ഭാവികാര എന്ന് പറയുന്നത്? 6 phase ദാറ്റ് എവരിതിങ് അണ്ടർഗോസ്. എല്ലാത്തിലും സംഭവിക്കുന്ന 6 ഘട്ടങ്ങളാണ് സംഭവിതാകാര എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹെൽഡ് അബോവ് ദ 6 phase? ഏതൊക്കെയാണ് ആ 6 phase? വിസ്ഡമാണ്, ജ്ഞാനമാണ് അതിൽ 6 ഹൂ ലീഡ് വെർച്യൂസ് ലൈഫ് ആസ് പെർ ദ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു? അത് അതിൻ്റെ സദ്ഗുണം, ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലുള്ള സദ്ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആ സദ്ഗുണം ആരാണ്? ആ ലൈഫിൻ്റെ ആസ് പെർ ദ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു അത് ആരാണ് ലീഡ് ചെയ്തതെന്നാണ്? എ പേഴ്സൺ വിത്ത് അരുൾ, സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. 55. വാട്ട് ആർ ദ ബേസിക് ക്വാളിറ്റീസ് ദാറ്റ് ഗുരു അപ്ഹെൽഡ് ആസ് ദ മെത്തേഡ് ഫോർ പീസ് ആൻഡ് ഹാപ്പിനെസ്? എന്താണ് അവരുടെ ബേസിക് ക്വാളിറ്റീസ്, ഗുരുവിൻ്റെ ബേസിക് ക്വാളിറ്റീസ്? അതുപോലെ തന്നെ ആ സമാധാനത്തിൽ സംഭവിക്കുന്ന മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്? അരുൾ ആൻഡ് അനുകമ്പ. അരുൾ സ്നേഹം, അനുകമ്പ സഹാനുഭൂതി. വാട്ട് ഡസ് കരുണ മീൻ ടു ബുദ്ധ? എന്താണ് ബുദ്ധയിൽ കരുണയെ മീൻ ചെയ്യുന്നത്? സിമ്പതി ടുവേർഡ്സ് ആൾ, എല്ലാവരോടും സഹാനുഭൂതി എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ സെൻട്രൽ തീം ഓഫ് ദി ഫിലോസഫി ഓഫ് ബുദ്ധ? ബുദ്ധ ഫിലോസഫിയുടെ സെൻട്രൽ തീം എന്താണ്? 57. പ്രോബ്ലം ഓഫ് ഹ്യൂമൻ സഫറിങ്. മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളിലുള്ള പ്രശ്നപരിഹാരമാണ്. മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിന് കാരണം. ഹൂ പ്രൊപ്പൗണ്ടഡ് 8-fold പാത്ത്, അഷ്ടാംഗ മാർഗ? ആരാണ് ഈ 8-fold പാത്ത്, അഷ്ടാംഗ മാർഗത്തിൻ്റെ പ്രൊപ്പൗണ്ട് ചെയ്തത്? ബുദ്ധയാണ് അഷ്ടാംഗ മാർഗം പ്രൊപ്പോസ് ചെയ്തത്. ബുദ്ധനാണ്, ബുദ്ധ. വാട്ട് ഈസ് ദ മെയിൻ ത്രെഡ് ഓഫ് ബുദ്ധ ഫിലോസഫി? ബുദ്ധ ഫിലോസഫിയുടെ മെയിൻ ആയിട്ടുള്ള ത്രെഡ് എന്താണെന്നാണ്? 59ാമത്തെ ആൻസറാണ് അഹിംസ ഓർ നോൺ വയലൻസ്. ഇതിനെ ഗാന്ധിജിയും ഫോളോ ചെയ്തത്. അക്രമരാഹിത്വമില്ലാത്ത, ആരെയും ദ്രോഹിക്കാതെ, എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരെയും വേദനിപ്പിക്കാതെ ഉള്ള മാർഗമാണത്. 60. ഹൗ മെനി വെർഷൻസ് ഓഫ് ബുദ്ധിസ്റ്റ് ഫിലോസഫി ആർ പോപ്പുലർ ഇൻ ഇന്ത്യ? ബുദ്ധിസ്റ്റ് ഫിലോസഫികൾ എത്ര വെർഷൻ ഉണ്ടെന്നാണ് ബുദ്ധിസ്റ്റിൽ? 2. തേരാവദ ട്രഡീഷൻ ആൻഡ് മഹായാന ട്രഡീഷൻ. 2 ട്രഡീഷനാണുള്ളത്, തേരാവദ ട്രഡീഷനും മഹായാന ട്രഡീഷനും. വാട്ട് ഈസ് ബ്രഹ്മവിഹാര? എന്താണ് ബ്രഹ്മവിഹാര? 4-fold ഡിവിഷൻ ഓഫ് മീഡിയേഷൻ ആസ് പ്രൊപ്പൗണ്ടഡ് ഇൻ ദ തേരാവദ ട്രഡീഷൻ. ധ്യാനത്തിൻ്റെ 4 മടങ്ങ് വിഭജനമാണത്. 62. വാട്ട് ആർ ദ 4-fold ഓഫ് തേരാവദ ട്രഡീഷൻ? അതിൻ്റെ മടക്കുകൾ, ആ 4 മടക്കുകൾ, തേരാവദ ട്രഡീഷൻ്റെ 4 മടക്കുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കരുണ, മൈത്രി, മുദിത, ഉപേക്ഷ. വാട്ട് ഈസ് ദ ഫിലോസഫിക്കൽ ബേസ് propounded ബൈ ഇമ്മാനുവൽ കാന്റ് ഫോർ ദ ഇമ്മാൻസിപ്പേഷൻസ്? എന്താണ് ഇമ്മാനുവൽ
കാന്റ് ഫിലോസഫിയെക്കുറിച്ച് പ്രൊപ്പോണ്ട് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ദാർശനികത എന്തായിരുന്നു? ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഓർ അനോൺസ്മെൻസ്, സ്വാതന്ത്രമോ സ്വയം ഭരണ അധികാരമുള്ളതോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം സ്വയം ഭരണ അധികാരമുള്ളതോ സ്വാതന്ത്ര്യമുള്ളതോ ആയിരിക്കും എന്നുള്ളതാണ്. 66 ഹൗ ഡിഡ് കാൾ മാർക്സ് കൺസിഡേർഡ് ഇമാൻസിപ്പേഷൻ, അദ്ദേഹത്തിൻ്റെ മോചനത്തെക്കുറിച്ചുള്ള കൺസിഡേർഡ് എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് പറഞ്ഞില്ല. 63 ദ മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ് ഹൂ ഈസ് ദ ഓദർ ഓഫ് ദിസ് കോട്ട്. ഈ കോട്ട് പറഞ്ഞതാര്? മനുഷ്യനിൽ എന്താണ് സ്വതന്ത്രനായി ജനിക്കുന്നു, അവൻ എല്ലായിടത്തും ചങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ചങ്ങനയാൽ ബന്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് റൂസോയാണ്. റൂസോ, വോൾട്ടർ, മോണ്ടസ്ക്യൂ ഫ്രഞ്ച് വിപ്ലവ സമയത്തുണ്ടായിരുന്ന എന്താണ് സമത്വം സാഹോദര്യം, സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്ന 3 തത്വചിന്തകന്മാരായിരുന്നു, ഫിലോസഫർമാരായിരുന്നു. ആര്? റൂസോ, വോൾട്ടർ, മോണ്ടസ്ക്യൂ. അതിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോയാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. മാൻ ഈസ് ബോൺ ഫ്രീ ആൻഡ് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ് ഹു ഈസ് ദ ഓദർ ഓഫ് ദിസ് കോട്ടോ. ഇദ്ദേഹമാണ് അത് പറഞ്ഞത്. ഓക്കെ, മനുഷ്യൻ എല്ലായിടത്തും മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, അവൻ എല്ലായിടത്തും ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഹൗ ഡസ് ദ ഇമ്മാനുവൽ കാന്റ് ഡിഫൈൻ എൻലൈറ്റ്മെൻറ്റ്. ജ്ഞാനോദയെക്കുറിച്ച് 64ാമത്തെ ക്വസ്റ്റ്യനാണ്. ജ്ഞാനോദയത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനോദയത്തെക്കുറിച്ച് 64ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് man is released from his self incurred tutelage. ഇതാണ് tutelage. മനുഷ്യൻ സ്വയം വരുത്തി വെച്ച ആശ്രിതത്തിൻ്റെ നിന്നുള്ള മോചനമാണ് അതിൽ പറയുന്നത്. അടുത്തതാണ് 65ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫിലോസഫിക്കൽ ബേസ് പ്രൊപ്പോണ്ട് ബൈ ദി ഇമ്മാനുവൽ കാന്റ് ഫോർ എമാൻസിപ്പേഷൻ? അതായത് ദാർശനികതയെക്കുറിച്ചുള്ള ഇമ്മാനുവൽ കാന്റിൻ്റെ ഫിലോസഫിക്കൽ പ്രൊപ്പോണ്ട് എന്താണത്? ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഓർ അനൗൺസ്മെൻറ്റ്, സ്വതന്ത്രമോ സ്വയം ഭരണാധികാരമോ ഉള്ളത് ആയിരിക്കും എന്നുള്ളത്. 66 ഹൗ ഡിഡ് കാൾ മാർക്സ് കൺസിഡേർഡ് ഇമാൻസിപ്പേഷൻ, മോചനത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് കൺസിഡർ നിർണയിച്ചിരിക്കുന്നത്? ലിബറേഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിൽ നിന്നുള്ള വിമോചനമാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് ഡസ് ദ വേർഡ് ഉബാണ്ടു മീൻ? ഉബണ്ടു എന്ന് പറയുന്ന അതിൻ്റെ ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്നാണ്? ഹ്യൂമാനിറ്റിയാണ്, മനുഷ്യത്വമാണ്. വാട്ട് ഡസ് ഉബണ്ടു ഇൽസ്ട്രേറ്റ്? ഉബണ്ടു എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ലിബറേഷൻ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ചൂഷണത്തിൽ നിന്നുള്ള വിമോചനമാണ്. 67 ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ വേർഡ് ഉബണ്ടു മീൻ? ഉബണ്ടു മീനിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഉബണ്ടുവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 67ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉബണ്ടു വാട്ട് ഡസ് ദ വേർഡ് ഉബണ്ടു മീൻ, അതിൻ്റെ അർത്ഥം ഹ്യൂമാനിറ്റി എന്നാണ്. വാട്ട് ഡസ് ദ ഉബണ്ടു ഇൽസ്ട്രേറ്റ്, ആ ഉബണ്ടു ചിത്രീകരിച്ചിരിക്കുന്നത് എന്താണെന്നാണ്. 68 ആൻസർ ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ മോറൽ എക്സിസ്റ്റൻസ്, മനുഷ്യൻ്റെ ധാർമ്മികമായ നിലനിൽപ്പിൻ്റെ ആശയമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 69 വാട്ട് ഡസ് ദ അസർഷൻ ഐ ആം ബിക്കോസ് ഓഫ് യു മീൻ, ഞാൻ നിങ്ങൾ ഉള്ളതുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് എന്നുവെച്ചാൽ ഇൻ്റർ കണക്റ്റഡൻസ് ഓഫ് ഹ്യൂമൻ നാച്ചർ, ഒരു വ്യക്തി മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പരസ്പര ബന്ധമാണ് ഇൻ്റർ കണക്റ്റഡൻസ് എന്ന വാക്ക്. നമ്മൾ ഇംഗ്ലീഷ് കണ്ടംപററി ലിറ്ററേച്ചറിൽ അറ്റ്വുഡ് മാർഗരറ്റിൻ്റെ മൊമെൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇൻ്റർ കണക്റ്റഡൻസ് ഓഫ് ഹ്യൂമൻ നാച്ചർ, മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പരസ്പര ബന്ധമെന്ന് അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. വാട്ട് ഡസ് ദ അസർഷൻ ഐ ആം ബിക്കോസ് ഓഫ് യു മീൻ ചെയ്യുന്നത് അതാണ്. ഇനി വാട്ട് ഈസ് ദ എസൻസ് ഓഫ് ഉബണ്ടു? ഉബണ്ടുവിൻ്റെ സാരം എന്താണ്? എ പേഴ്സൺ സ്റ്റേസ് കണക്റ്റഡ് വിത്ത് അതേഴ്സ് ത്രൂ ഔട്ട്, ഒരു വ്യക്തി എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എ പേഴ്സൺ സ്റ്റേ കണക്റ്റഡ് വിത്ത് അതേഴ്സ് ത്രൂ ഔട്ട്, ഒരു വ്യക്തി എല്ലായ്പ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഹൗ ഡസ് ഉബണ്ടു കൺസിഡേർഡ് ഹ്യൂമാനിസം? ഹ്യൂമാനിസം ഈസ് കമ്മ്യൂണിറ്റി ബേസ്ഡ് നോട്ട് ഇൻഡിവിജ്വലിസ്റ്റിക്, മാനവികത വ്യക്തിഗതമല്ല,
സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ മാനവികത എന്താണ്? മാനവികത വ്യക്തിഗതമല്ല, സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.